ഹലോ. ആഹാ, ഇതെപ്പോ ലാൻഡ് ചെയ്ത് മാഡം? നന്നായി, നല്ല ആളാ. കിട്ടുന്ന നേരിട്ട് തന്നെ വാങ്ങിച്ചോളേ. ഇച്ചാൻ ഇവിടെ തന്നെ ഉണ്ട്, കൊടുക്കണോ? ആരാടാ? ആലീസ. എവിടെന്ന്? ഇവിടുന്നാ, ദുബായിന്ന്. വന്നിറങ്ങി വീട്ടിൽ ചെന്നപ്പോ വീട് ശൂന്യം. ഓഫീസിൽ വിളിച്ചപ്പോ ഇച്ചാനില്ല, കൂടെ ഫ്രണ്ട്സും ഉണ്ടേ. അതുകൊണ്ട് ഉള്ള സമയം ചെത്താൻ ഇറങ്ങിയെന്ന്. ഇച്ചാന് തരട്ടെന്ന് ചോദിച്ചപ്പോ അയ്യോ വേണ്ടേന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ആ ഇങ്ങോട്ട് ഇറങ്ങി വാടി. What has happened? What's the problem? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. Oh my God. You put the cigarette down. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് എയർക്രാഫ്റ്റ് അല്ല, ഇങ്ങനെ പറപ്പിക്കരുത്. Friends, meet my only brother, my only sister, my father, my mother, Ellam, the legendary Ravi Maman. Hi. ഏതാടി ഈ തെമ്മാടികൾ? All trainee pilots. എന്നെ പോലെ തന്നെ. പ്രതീക്ഷിക്കാതെ ഒരു 3 ദിവസത്തെ അവധി വീണ് കിട്ടിയപ്പോ ഡൽഹി നിവളുമാരിയും കൊത്തി ഒരൊറ്റ പറക്കൽ പറഞ്ഞതാ ഞാൻ. വിളിച്ചു പറയണ്ട, ഇച്ചാൻ ഇതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചന്ദ്രനങ്കിൾ യോട്ടിൽ വിളിച്ചിട്ട് ആ ക്രൂവിനോടെ ഒന്ന് ചാടി ചാടി നിൽക്കാൻ പറയണം. ഇവളുമാരെയും കൊണ്ടൊന്ന് വെലസണം എനിക്ക്. എന്റെ ഇച്ചായന് ദുബായിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പായ് കപ്പലുണ്ടെന്ന് പറഞ്ഞപ്പോ വിശ്വാസം വരുന്നില്ല ഇവളുമാർക്ക്. അങ്കിൾ പ്ലീസ്, ഇവളുമാരുടെ മുന്നില് എന്നെ കൊച്ചാക്കല്ലെന്നൊന്നും പറഞ്ഞ് ഈ രാക്ഷസനോട്. ഇച്ചായ പ്ലീസ്. പക്ഷേ നിന്റെ ഈ തലതെറിച്ചോളമാരോട് പറഞ്ഞേക്കണം, നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ് ആൻഡ് സ്ട്രിക്ട്ലി നോ എസ്കേപ്പേഴ്സ്. നല്ല പൊന്നിച്ചായൻ. താങ്ക് യു. അയ്യോ അത് മറന്നു. അതെ, പറ. ഏതാ അവള്? അവളോ? ഏതവള്? ഓഫീസിൽ വിളിച്ചപ്പോ ലേന പറഞ്ഞല്ലോ, ഇച്ചായന്റെ കൂടെ സർപ്രൈസ് പോലെ ഒരു പുതിയ Y2K വന്ന് ചാടിയിട്ടുണ്ടെന്ന്. Y2K? അതേന്ന്, Y2K. ഒരു സുരയ്യ, ഒരു ഡമുക്ക് പെണ്ണ്, ഒരു അഞ്ജലി ഭക്തിയാർ. ഏതാ അവള്? ചരക്ക. ഏതായാലും കേട്ടെടുത്തോളം നമുക്ക് വേണ്ട ഇച്ചായ. അതെ, ഇവിടെ പകരം കയറ്റിയിരുത്തുന്നത് ഒരു നല്ല പെണ്ണിനെ അല്ലെങ്കിൽ സൂസന്നെ പിണങ്ങും, മറക്കണ്ട. സോറി ഇച്ചായ, ശരിക്കും സോറി. പ്ലീസ് be all right. Hey, Chinese all right ra. മോള് ചെല്ല്. Have a good time. Thank you Chaya. Bye. Come on, let's go. ചന്ദ്രേട്ടാ, യോട്ടിൽ വിളിക്കുമ്പോ അവന്മാരോടൊന്ന് പറഞ്ഞേക്കണം to take extra care. Done. കണ്ണ, ഗുരുവായൂരപ്പ നല്ലത് വരുത്തണേ കൃഷ്ണ. ഈശ്വര. ഹലോ. യെസ്, സ്വാമിനാഥൻ ഹിയർ. ഹലോ. ഗുഡ് മോർണിംഗ് വിക്ടർ സാർ. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ കേസിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ട് സാർ. സാറേ, ഇതിപ്പോ ഇന്നാണല്ലോ ശരിക്കും കോടതി ഡിസിഷൻ വരാനുള്ളത്. പക്ഷെ ഇതിപ്പോ ബൈ ഗോഡ്സ് ഗ്രേസ്, അല്ലാഹ് കരീം നമ്പുരാന്റെ കൃപ കൊണ്ട് ഒക്കെ ചുറ്റി വളഞ്ഞ് നമ്മുടെ വഴിക്ക് തന്നെ വരുന്നുണ്ട് സാർ. വിക്ടറിന്റെ പ്രാർത്ഥന ഉണ്ട് സാർ. ഇല്ല, എന്റെ വക്കീൽ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് പറയാം സാർ, നേരിട്ട് പറയാം സാർ. എത്തുമ്പോഴേക്കും സാറിന് റെഡി ആയിരുന്നെങ്കിൽ. ഓക്കെ സാർ, ഓക്കെ. പ്രൈസ് ദ ലോർഡ്. വക്കീലേ, പ്രൈസ് ദ ലോർഡ്. ബാബു, വണ്ടി എടുത്ത്. ഓ
കണ്ടില്ലേ, കേസിന് ആവശ്യമുള്ള കടലാസുകളാ. പണ്ടിതിനൊക്കെ വെളിപ്പുറത്ത് 4ഉം 5ഉം സെക്രട്ടറിമാരായിരുന്നു അച്ഛന്. ഇന്നിപ്പോ ഒക്കെ തനിച്ച് വേണം ചെയ്യാൻ. ഞാൻ അമ്മൂനോട് പറയായിരുന്നേ, ഇവിടെ ഒരാള് രാവിലെ പൂജാമുറി കയറി കടകടച്ചതാണ്, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, ഒരു സഹായത്തിന് വിളിച്ചാൽ കിട്ടില്ല എന്ന്. ആ, താനിങ്ങനെ നിത്യവും കരഞ്ഞു കരഞ്ഞ് ഈശ്വരന്മാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈയിടെയായിട്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ തനിച്ച് തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കാതെ ആരെങ്കിലും സഹായത്തിന് വിളിക്കായിരുന്നു രവിയുടെ ഓഫീസിൽ നിന്ന്. അതിനും മാത്രം ഭാരിച്ച ജോലി എന്താ ഇവിടെ ഉള്ളത്? അയ്യോ, ഓക്കെ, ഐ ആം ഓൾ റൈറ്റ്. താനെ ആ ഡോക്ടറെ ഒന്ന് വിളിച്ചിട്ട് കാണാനൊരു സമയം ചോദിച്ചു വെക്കണം നാളത്തേക്ക്. ഒന്നും ഉണ്ടായിട്ടല്ലടൂ, വെറുതെ ഒരു ഉൾഭയം. പണ്ട് ബോംബെയിൽ നിന്ന് വെറും കൈയോടെ വന്നിറങ്ങിയ ഒരു സാധാ കണക്കെഴുത്ത് ഗുമസ്തൻ ദുബായിലെ ബിസിനസ് സർക്കിളിൽ കോടികൾ വീശിപ്പിടിക്കാൻ തുടങ്ങിയപ്പോ ഇവിടുത്തെ പഴയ ബ്രിട്ടീഷുകാർ പോലും വാഴ്ത്തിയിട്ടുണ്ട് ഈ പാവം പട്ടരെ ഡെയർ ഡെവിൾ, ധീരശൂര പരാക്രമി എന്നൊക്കെ. എന്നിട്ടിപ്പോ ദാ ഭയം, ആങ്സൈറ്റി, ഇൻസോംനിയ, പാരാലിറ്റിക് സ്ട്രോക്ക്. മടുത്തടോ ഈ അവസ്ഥ. കിട്ടാക്കടങ്ങൾ ഒരുപാടുണ്ട്, എഴുതിത്തള്ളാം. പക്ഷേ ഒരു ജീവിതം കൊടുക്കാൻ നമ്മൾ എടുത്തു വളർത്തിയ പാവം നമ്മുടെ മോക്കും പിന്നെ തനിക്കും ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചു എന്നൊരു പഴി കേൾക്കാൻ പാടില്ല മരിക്കുമ്പോ. എന്തിനാ ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ? ബാംഗ്ലൂർ പിടിച്ചിട്ട് ലൈൻ കിട്ടുന്നില്ല. ഇനി താനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അമ്മൂനെ. അതെ കുഞ്ഞലക്ഷ്മി, ഇങ്ങനെ. അയ്യേ, കരയുമ്പോ ആണോ ചിന്നൂട്ടി? വാ, അമ്മ പഠിപ്പിച്ചേരാട്ടോ. ദാ ഇങ്ങനെ. ഓക്കേ, അങ്ങനെ മിടുക്കിയായി പോയല്ലോ അമ്മൂന്റെ ചിന്നൂട്ടി. അമ്മോ, കോൾ ഫ്രം ദുബായ്, യുവർ അമ്മ. ഓ ഗോഡ്. അമ്മ, മോള് തിരക്കിലാണോ? ഏയ്, തിരക്കില്ലമ്മ. ഇവിടെ നമ്മുടെ ചിന്നൂട്ടിക്കേ ഒരു മുദ്ര പഠിക്കണം. 3 ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നു, പാവം. എന്നിട്ടിപ്പതാ വിതുമ്പുവാ, ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഏയ്, ഇപ്പൊ വന്നപ്പോഴത്തെ പോലെയൊന്നുമല്ല. കൈയൊക്കെ നന്നായിട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ട് ചിന്നൂട്ടിക്ക്. ചിന്നൂട്ടി മാത്രല്ലമ്മ, അമ്മയുടെ പേരുള്ള കുഞ്ഞുലക്ഷ്മി, ഇന്ദിര, സോനു, ശ്രീകുട്ടി, നൂർജഹാൻ ഒക്കെ നല്ല മിടുക്കികളായിട്ട് വരുന്നുണ്ട് ഇപ്പൊ. പിന്നെ അമ്മ. എന്താ മോളെ? അതെ അമ്മ, ഇന്ന് രാത്രിയില് അമ്മ വരുന്നുണ്ട് ടിവിയില്, കണ്ടോണേ. പ്രോഗ്രാം ഓൺ വരമുദ്ര, സ്പെഷ്യൽ ടെലികാസ്റ്റ് ഡൽഹിന്ന്. മോളുടെ പ്രോഗ്രാം ഉണ്ടെന്ന് ഇന്ന് രാത്രിയിലെ. അതെ മോളെ, ടിവിയിൽ കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ അത് നേരിട്ട് കാണാത്തോണ്ട് ഒരാൾക്ക് കണ്ണു നിറയണുണ്ട് ഇവിടെ. ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ മോളെ. ആട്ടെ, താൻ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ആ അമ്മയോട് നേരിട്ട് പറഞ്ഞു, ഒന്ന് സമാധാനമായിക്കോട്ടെ പാവം. മോളെ വരാമ്മ. ദാ അമ്മ അങ്ങ് എത്തി. ഇനി ഒറ്റ ആഴ്ച ഉറപ്പ്. പിന്നെ അമ്മ, കേസും പ്രശ്നങ്ങളൊക്കെ വേഗം ശരിയാവും. അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയണം അപ്പായോട്.
അമ്മു അമ്മു കരയാണോ? ഏയ് ഇല്ലടാ. മോർണിംഗ് സാർ. ഒന്ന് അനങ്ങി വായന്റെ വക്കീലേ. ഇനി അമ്മൂന് ഫോൺ ചെയ്യുമ്പോ ബാംഗ്ലൂരിലെ അനാഥ കുട്ടികളുടെ കൂട്ടത്തിൽ നമുക്കും കൂടി ഇത്തിരി ഇടം തരാൻ പറയണം അവളോട്. ഒരു ചെറിയ കോട്ടേജ് അത്ര മതി. എന്താ? എക്സ്ക്യൂസ് മീ സർ. ആ വണക്കോമാ. കൺഗ്രാചുലേഷൻസ് സർ, കൺഗ്രാചുലേഷൻസ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾ മൈറ്റി നമ്മൾ ജയിച്ചു സർ. കേസ് നമ്മൾ ജയിച്ചു സർ. നല്ല ക്ലീൻ കോംപ്രമൈസ്. ആ സർ, ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ല സർ, ആ കള്ള മാർവാടിയെ ചുറ്റി വളച്ച് നമ്മളൊരു വഴിക്ക് കൊണ്ടേ കെട്ടുവന്ന്. ഡൺ. ഇപ്പൊ ഫോണിൽ വിളിച്ച് ഓക്കെ പറഞ്ഞു പട്ടാജി. ഹ, താൻ എന്തൊക്കെയാണോ വിക്ടറി പറയുന്നത്? അയ്യോ സർ, ഞാൻ പറഞ്ഞിരുന്നല്ലോ പട്ടാജിയുടെ കാര്യം. കിഷൻ ഭട്ട. ആ സർ, ദ നൊട്ടോറിയസ് മാഫിയ കിങ് കിഷൻ ഭട്ട ഫ്രം ബോംബെ. ഇപ്പാള് ദുബായിലാണല്ലോ. അയ്യോ അമ്മ, മാഫിയ എന്ന് കേട്ട് പേടിക്കല്ലേ. പാവ മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ. കേട്ടോ അമ്മ, സാറിന്റെ ഈ ദണ്ണം വിഷമവും കണ്ടിട്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ സാറിനെ ഈ മാർവാടി കോടികൾ കളിപ്പിച്ച കാര്യവും ഇപ്പത് 2-2.5 വർഷമായിട്ട് കേസ് ഇങ്ങനെ ഇളിക്കുന്ന കാര്യവും നേരെ ചെന്ന് ഭട്ടാജിയോട് വിസ്തരിച്ച് പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ട് ഡിസിഷൻ അമ്മ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് മാർവാടി വിളിക്കുന്നു ഭട്ടാജി. ഡാ, ഒറ്റ വാക്കാണ്. ഇന്ന് കോടതിയിൽ കേസ് വിധി വരുന്നതിന് മുമ്പ് സാറിന്റെ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്തിട്ടില്ല എങ്കിൽ ബോംബെയിൽ വൈരക്കച്ചവടം നടത്തുന്ന നിന്റെ തന്ത മാർവാടിയുടെ കഴുത്തിന് മേലെ നാളെ തല കാണൂല്ലടാ മോനേന്ന്. ആ, കണക്ക് പ്രകാരം നമുക്ക് ഇങ്ങോട്ട്, ഐ മീൻ സാറിന് വരാനുള്ളത്, അതായത് ആസ് പെർ ടുഡേസ് എക്സ്ചേഞ്ച് റേറ്റ് തെറാംസ് ഇൻറ്റു ഇന്ത്യൻ റുപ്പീസ് ഫിഗർ 7,70,00,000 ഇന്ത്യൻ റുപ്പീസ്. ഒരു റൗണ്ട് ഫിഗർ പറയാൻ പറഞ്ഞു ഭട്ടാജി. സാറിനോട് അനുവാദം ചോദിക്കാതെ 7 crores കോംപ്രമൈസ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു ഭട്ടാജിയോട്. ഇന്ന് പകൽ കൃത്യം 12 മണിക്ക് ഫുൾ എമൗണ്ടിന് ലിക്വിഡ് ക്യാഷ് ഭട്ടാജിയുടെ കാൽക്കൽ കൊണ്ടുവച്ച് തൊഴുതു നിൽക്കും മാർവാടി. കേട്ടോമ്മ, ഈ വക്കീലിന് ഇപ്പൊ തോന്നും ഈ എന്റെ UAE നമ്പർ 3 ലിക്കർ ബാരൻ വിക്ടർ സെബാസ്റ്റ്യൻ എന്തിനാ ഈ കണ്ണി കണ്ടവരുടെ മുന്നിൽ കിടന്ന് താണി ചെയ്യുന്നതെന്ന്. എടോ വക്കീലേ, ഇത് കണ്ണി കണ്ടവരൊന്നുമല്ല, കൺകണ്ട ദൈവങ്ങളാ എനിക്ക് ഈ നിൽക്കുന്ന രണ്ടുപേരും, ഈ സാറും ഈ അമ്മച്ചിയും. താനിപ്പോ കേറി വരുമ്പോ പുറത്ത് കണ്ടില്ലേ, അതുപോലൊരു കോട്ട് ഇട്ടോണ്ട് ഈ തിരുമുറ്റത്ത് നിന്നിട്ടുണ്ട് വിക്ടർ, ഡ്രൈവറായിട്ട് ഫോർ 2 years. അല്ലേ സാർ? എന്നിട്ടൊടുക്ക ഇവിടെ നിന്ന് ചാടി ഈ ബെൽറ്റിനിടയിൽ ഫുൾ ബോട്ടിലും തിരികെ ഓൺ മോട്ടോർ സൈക്കിൾ അജ്മാൻ ഷാർജ അബുദാബി റൂട്ടിൽ ലിക്കർ സ്മഗ്ലിംഗ് നടത്തുന്ന കാലം ഒരു ദിവസം പിടിവിടും. സാർ അന്ന് സ്ഥലത്തില്ല, ബിസിനസ് ട്രിപ്പിൽ. ഒടുക്കന്റെ കടവുൾ പോലത്തെ ഈ അമ്മയാ എന്നെ വന്ന് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. അന്ന് ഇതാ ടപ്പേന്ന് എടുത്ത ചെകിടത്തിട്ട് ഒറ്റയടി അമ്മ. എന്നിട്ട് ഈ വലത്തെ കയ്യെ കിടന്ന ഡയമണ്ട് വളയൂരി എന്റെ കയ്യിലോട്ട് വെച്ച് തന്നു. കൊണ്ടുപോയി രക്ഷപ്പെടിക്കണമെന്നും പറഞ്ഞു. അത് വിറ്റ് കിട്ടിയ 25,000 UAE dirhams കൊണ്ടാണോ ഇന്നത്തെ ഈ ലിക്കർ ബാരന്റെ തുടക്കം. ശരിതാനമ്മ, കണ്ടോ? കണ്ണ് നിറഞ്ഞത് കണ്ടോ? താൻ തട പേപ്പർ സാറിന് കൊടുത്തേ. ശരി സാർ. ഒന്ന് സൈൻ ചെയ്തേക്ക് സാർ. ഒന്നുമില്ല സാർ, ഒത്തീർപ്പാവുന്നെന്ന് കോടതിയിലൊന്ന് എഴുതി കൊടുക്കണം. പിന്നെ ചില്ലറ ഫോർമാലിറ്റീസ് ഒക്കെ വക്കീൽ നീക്കിക്കോളും. അല്ല സാർ, ഇൻ കേസ് സാറിന് എന്തെങ്കിലും വിശ്വാസക്കുറവ് പോലെ ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ചെക്കും പേപ്പേഴ്സ് സാറിനെ തന്നെ എഴുതാൽ മതി. എന്നിട്ട് സാറും കൂടി എന്റെ കൂടെ ഒന്ന് കയറി ഇറങ്ങേണ്ടി വരും കോടതിയിലും ഭട്ടാജിയുടെ അടുത്തും. ഇല്ല വക്കീലേ? ഇത് താൻ തന്നെ വെച്ചാ മതി. അല്ല സാർ, എന്നാൽ ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ആവുമ്പോ സാറ് തന്നെ നേരിട്ട്. അമ്മ, സാറിന്റെ ഈ കാലിന് നല്ല ആവതില്ലാത്തതുകൊണ്ടാ ഞാനിതൊക്കെ. എടോ വിക്ടർ സെബാസ്റ്റ്യൻ, ഇത് പിടിക്ക്. എനിക്ക് വിശ്വാസമാണ് തന്നെ. താങ്ക് യു സാർ. സമയമാവണു, താൻ ചെല്ലേ. പറയമ്മ. അപ്പൊ ആവശ്യം വരുമ്പോ കോടതി ഞാൻ വിളിക്കും. സാറിന് വന്ന് പോന്നാ മതി. ഓഴൻ, തനിക്ക് ഇപ്പോഴും ഒരു വിശ്വാസക്കുറവായി ഇവനെ, ഈ വിക്ടറിനെ, ഇല്ലടോ? എങ്കിലും രവി സ്ഥലത്തുള്ള സ്ഥിതിക്ക് രവിയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു. എപ്പോഴും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല അവനെ.
ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാടായില്ലേടൂ അയാൾ നമ്മളെ സഹായിക്കുന്നു. എന്നാലും അതെ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് കേട്ടാൽ എരമ്പി ഒരു വരവുണ്ട് രവി.